ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പുട്ടുകൊണ്ട് എങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ ഗോതമ്പ് പുട്ടാണ്. അത് കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുട്ടായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം, അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു സവാള കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 ഉണക്കമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്, കടുക്, വെളിച്ചെണ്ണ, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാത്തിനും അലുമിനിയം പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. നമുക്ക് സാധാരണ പുട്ടാണെങ്കിൽ അരിപ്പുട്ടാണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഇനി തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുട്ട് വേവിക്കുമ്പോൾ തന്നെ തേങ്ങ ചേർത്തല്ലേ വേവിക്കുന്നത്, അതുകൊണ്ട് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ്, അതായത് നമ്മൾ പുട്ടിന് ഉപ്പിട്ടാണല്ലോ വേവിക്കുന്നത്. സവാള ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിന് അല്പം ഉപ്പ് വേണം. അതിനൊരു അല്പം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന പുട്ടില്ലേ, അത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് നല്ല മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടി നല്ല മിക്സാക്കി കൊടുക്കണം. ഈ റെസിപ്പി ഉണ്ടല്ലോ, നമുക്ക് പുട്ടുണ്ടാക്കി വെച്ചിരുന്നാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ്. ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയോ പഴമോ പപ്പടമോ ചേർത്ത് കഴിക്കാം, അല്ലാതെ നമുക്ക് ഇതുപോലെയും കഴിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലും ഇതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വരത്തില്ലേ? ഏത് പുട്ടായാലും ഗോതമ്പ് പുട്ടോ അരിപ്പുട്ടോ റവപ്പുട്ടോ ഏതായാലും നമുക്കിതുപോലെ ഉപ്പുമാവാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പുട്ട് തണുത്ത് പോയാൽ കഴിക്കാൻ നമുക്ക് വലിയ പ്രയാസമില്ല. അപ്പോൾ ഇതുപോലെ ഉപ്പുമാവാക്കി എടുക്കുന്നത് നമ്മളത് അറിയാതെ കഴിച്ചു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പാത്രത്തിലേക്ക് പാർന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പുട്ട് ബാലൻസ് വരികയാണെങ്കിൽ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും. പിന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ഉപ്പുമാവ് വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഓക്കെ, ബായ്.